ബീച്ചിലോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, അപ്പോൾ തന്നെ അതേ സിറിഞ്ച് കിട്ടി തുടങ്ങി. ഇവിടെ കൂടുതലും നമുക്ക് ഇൻസുലിൻ സിറിഞ്ചാണ് കാണാൻ പറ്റുന്നത്. കാരണം സാധാരണക്കാർക്ക് ഇൻസുലിൻ എടുത്തു കഴിഞ്ഞിട്ട് ആ സിറിഞ്ച് എവിടെ കളയണമെന്ന് പ്രോപ്പറായിട്ട് അറിയത്തില്ല. അതിനൊരു മെത്തേഡ് നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് ആക്ച്വലി ഒരു വയലാണ്, അതായത് ഇഞ്ചക്ഷൻ്റെ മരുന്ന് വരുന്നൊരു പാത്രമാണ്. നമുക്ക് അതിനെയും മെഡിക്കൽ വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടാം. പിന്നെ ദേ ഇവിടെ കണ്ടില്ലേ, മണ്ണിൽ പൂണ്ട് കിടക്കുന്നത് ഒരു സിറിഞ്ചിൻ്റെ ഭാഗമാണ്. അതിൻ്റെ പിസ്റ്റണും ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സിലിണ്ടറിൻ്റെ ഒരു ഭാഗവും മാത്രമേ ഉള്ളൂ. ബാക്കി ഒടിഞ്ഞിട്ട് അതിൻ്റെ നീഡിൽ ഉൾപ്പെടെ ഇവിടെ എവിടെയോ മിസ്സിംഗ് ആണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ തൊട്ട് പുറകിൽ ഇതേ പിള്ളേർ ക്രിക്കറ്റ് എല്ലാം കളിക്കുന്ന സ്ഥലമാണ്. ആലപ്പുഴ ബീച്ചിൻ്റെ മെയിൻ ഭാഗങ്ങളിലൊന്നാണ് ഇവിടം. കുറച്ച് നേരം കടലിൽ നോക്കി കരയിൽ ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇതേ പുറകിൽ ഈ കാണുന്ന പോലെ ഒരു സൂചി നിൽക്കുന്നത്. ഒരു ഇൻസുലിൻ സിറിഞ്ച് നേക്കഡായിട്ട് വിത്തൗട്ട് ക്യാപ്പ് സൂചിയും കാണിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇതുപോലൊരു സൂചിയൊക്കെ നമ്മുടെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടിട്ട് നമുക്ക് എന്ത് അസുഖം വന്നാലും, ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പോലും നമുക്ക് ചോദിക്കാനോ പറയാനോ ഒരൊറ്റ മനുഷ്യരും ഒരൊറ്റ അതോറിറ്റീസ് നമ്മുടെ കൂടെ കാണില്ല. അതുകൊണ്ട് അവനവൻ്റെ സേഫ്റ്റി അവനവൻ നോക്കുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളൊക്കെ പറയാനുള്ളൂ.